മോഹൻലാലിൻ്റെ ജാതകം. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ 21 മെയ്ക്കുള്ളിൽ അദ്ദേഹം എടുക്കുന്ന സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പടങ്ങളും ഈ കർക്കിടക ദശയിൽ കർക്കിടക അപഹാരമാണ്. മണിപ്പറവാള രാജയോഗ സമയം. അപ്പോൾ സമ്പത്ത് ഒരുപാട് വരും. അതിൻ്റെ ഫലമായിട്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റാവും. ആദ്യം 2-3 ദിവസമൊക്കെ ആൾക്കാർ പേടിച്ചു. എമ്പുരാൻ ഇറങ്ങുന്നതിന് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ കണ്ടായിരുന്നു. അത് എമ്പുരാൻ വലിയൊരു സക്സസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഡിസ്കഷനിലേക്ക് ഞാൻ ചേട്ടനിലേക്ക് വന്നത്. മോഹൻലാലിൻ്റെ ജാതകം. മോചേട്ടാ, നമ്മൾ കഴിഞ്ഞ നിരവധി മാസങ്ങളായിട്ട് പല രീതിയിലുള്ള സംവാദങ്ങളും ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ മധുചേട്ടൻ ഓൾമോസ്റ്റ് ചലഞ്ച് ചെയ്തതാണ് മോദിജി തിരിച്ചു വരുമോ എന്നുള്ളത്. മോദിജി തിരിച്ചു വന്നു. നമ്മൾ അതിനു മുൻപ് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. 2-3 ചാനലുകൾ ഇൻ്റർവ്യൂ എടുത്തു. എനിക്ക് മധുചേട്ടൻ ഇൻ്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷമാണ് നമ്മൾ പരസ്പരം സംസാരിച്ചതാണ് US-ൻ്റെ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് ജോ ബൈഡൻ ആണോ ട്രംപ് ആണോ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ രണ്ടുപേരുടെയും ജാതകം എടുത്ത ട്രംപ് ആണോ കമലാ ഹാരിസ്. അതെ, കമലാ ഹാരിസിന് ഒരുപാട് സപ്പോർട്ടും ഒരുപാട് പോസിബിലിറ്റി ഉണ്ടായിരുന്ന സമയത്ത് കമലാ ഹാരിസിന്റെ ഹൊറോസ്കോപ്പ് നമ്മൾ അനാലിസിസ് നടത്തി. അതിനുശേഷം മധുചേട്ടൻ ട്രംപിന് ജാതകം എടുത്ത് അനാലിസിസ് നടത്തുകയും ചെയ്തു. സോ അതിൽ നിന്നും പറഞ്ഞത് ട്രംപ് അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. അത് ഓൾറെഡി നടന്നു. അപ്പം 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ട്രംപിന്റെ അധികാരവും മോദിജിയുടെ അധികാരവും, ഭഗവാന്റെ കാരുണ്യവും അല്ലെങ്കിൽ ഗുരു കൃപ കടാക്ഷവും എന്താണെങ്കിലും. അതിനു പുറമെ സുരേഷ് ഗോപിയുടെ ജയം. സുരേഷ് ഗോപി ജയിക്കുമോ അല്ലെങ്കിൽ സുരേഷ് ഗോപി അടുത്ത മിനിസ്ട്രി ലെവലിൽ വരുമോ എന്നുള്ളതായിരുന്നു. അതും വന്നു. അതിനോടൊപ്പം നമ്മൾ സംസാരിച്ചതായിരുന്നു മോദിജി 2026 മോദിജിക്ക് ദൈവസഹായിച്ച് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ അദ്ദേഹം മാറുകയും പുതിയ ആൾ വരികയും പറയുന്നുണ്ടായിരുന്നു. അന്നൊരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നോട്ട് പോയില്ല. സോ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയായി നിൽക്കുന്ന, അതായത് ബ്രേക്ക് ഈവൻ ലെവലിലേക്കും വളരെ ഒരു 200 CR ടേൺ ഓവറിൽ നിൽക്കുന്ന ഒരു മലയാള സിനിമയാണ് എമ്പുരാൻ. എമ്പുരാനിൽ മോഹൻലാലിൻ്റെ ജാതകം നോക്കുന്ന സമയത്ത് ഇപ്പോൾ രാഹുൽ ദേശയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. മോഹൻലാലിൻ്റെ ജാതകം മാറാനുള്ള കാരണം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒന്ന് പറയാമോ? പറയാം. ഈ ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ ജാതകം എന്ന് പറഞ്ഞാൽ പൊതുവെ ഞാനൊരു 90 കാലഘട്ടങ്ങളിൽ ഒരു വെള്ളിയാസ്ത്രം ഒരു പുസ്തകം ഉണ്ടായിരുന്നു, സിനിമ പുസ്തകം. നമ്മളൊക്കെ അന്ന് കോളേജ് പഠിക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ജ്യോതിഷത്തിനോട് പണ്ടും താല്പര്യമുണ്ട്. ഫീൽഡ് തോന്നായിരുന്നു. ഞാൻ പിന്നീട് അതിനകത്ത് പറഞ്ഞു വന്നാണ്. അപ്പോൾ അന്ന് ജ്യോതിഷത്തിന് താല്പര്യമുണ്ട്. അന്ന് ഒരു വിഷു ഫലം പറയുമ്പോൾ, വിഷു ഫലമാണോ അതോ ഓണത്തിൻ്റെ ഫലമാണോ, അന്ന് ഇവർ അന്നത്തെ എല്ലാ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഗ്രഹനില അതിലുണ്ട്. ഒരു തിരുവനന്തപുരത്തുള്ളൊരു ജ്യോത്സ്യനാണ്, ശാസ്ത്ര അദ്ദേഹത്തിൻ്റെ പേര് അറിയാം, രമേഷ് എന്നായിരുന്നു പേര് ഓർക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പർ കട്ടിങ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അന്ന് ഇങ്ങനെ താല്പര്യമുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ്. അത് അന്ന് ഒരു സ്ഥലത്ത് വെച്ചു. അത് ഇന്നാളെ നോക്കിയപ്പോൾ അത് വീണ്ടും ഇങ്ങനെ കയ്യിൽ വന്നപ്പോൾ ഇപ്പോഴത്തെ എല്ലാ നടന്മാരുടെ അതിലുണ്ട്. ഈ ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ അന്ന് ജഗദീഷ്, അന്നിവരൊക്കെയാണ് കത്തിക്കുന്ന സമയം. ജഗദീഷ്, സിദ്ദിഖിൻ്റെ ഒക്കെ തരംഗം വന്നു. മെംസ്പെരുടെ സിനിമയൊക്കെ ഇറങ്ങി ആ കാലഘട്ടങ്ങളിലാണ്. പിന്നെ ഉർവശി, പാർവതി, ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് മോഹൻലാലിൻ്റെ ജാതകം അതിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ എല്ലാ സൈറ്റുകളിലും കൊടുത്തിരിക്കുന്ന അതേ ജാതകം തന്നെയാണ്. അതായത് തുലാ ലഗ്നം, എല്ലായിടത്തും പറയുന്നത് അത് തന്നെയാണ്. ഞാൻ അതിലേക്ക് പോവാം. അപ്പോൾ അത് 21 മെയ് 1960 4:20 അടുപ്പിച്ചാണ് തുലാ ലഗ്നം. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജാതകമായിട്ട് എല്ലാ സൈറ്റുകളിലും, ആസ്ട്രോളജി സൈറ്റുകളിലും കൊടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. നമുക്കിത് അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയൊക്കെ തുലാം ലഗ്നം എന്ന് പറയുമ്പോൾ ഏകദേശം അങ്ങനത്തെ ഒരു കുറച്ച് തടിയൊക്കെ ഉള്ള, അധികം പൊക്കില്ലാത്ത ഒരാളാണല്ലോ. അപ്പോൾ മിക്കവാറും ഇത് തന്നെ ആവാനാണ് സാധ്യത. ഈ ഒരു ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ വേറൊരു ചാനലിൽ ഇതുപോലെ എമ്പുരാൻ ഇറങ്ങുന്നതിന് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ കണ്ടായിരുന്നു. അത് എമ്പുരാൻ വലിയൊരു സക്സസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഡിസ്കഷനിലേക്ക് ഞാൻ ചേട്ടനിലേക്ക് വന്നത്. അപ്പോൾ അതിൽ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ നോക്കിയത് ആ ഫിനാൻഷ്യൽ സൈഡ് മാത്രമേ നോക്കിയുള്ളൂ. അദ്ദേഹം കാശ് മുടക്കി ഇറക്കുന്ന സംരംഭങ്ങളിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുമോ, അത് മാത്രമേ നോക്കിയുള്ളൂ. വേറൊരു കണ്ടന്റ് നമ്മൾ കടന്നിട്ടില്ല. പിന്നീട് പല വിവാദങ്ങളൊക്കെ വരുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം നമ്മളിപ്പോൾ ഈ എല്ലാവരുടെ ജാതകത്തിലും ഓരോ പ്രോമിസ് ഉണ്ടാവും. ആ പ്രോമിസ് എന്ന് പറയുന്നത് അത് ചില സ്ട്രെങ്ത് ഉണ്ടാവും, സ്ട്രെങ്ത് വീക്ക്നെസ് ഉണ്ടാവും. ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതൊക്കെ ജന്മന ഉള്ളതാണ്. അവസാന ശ്വാസം വരെ അതെല്ലാം നിലനിൽക്കും.
അപ്പോൾ ഈ ഓരോ ദശകളിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് നടക്കുന്നത്. ദശ ഈസ് ദ ഫ്രക്ടിഫിക്കേഷൻ ഓഫ് ദ യോഗ എന്ന് പറയണം. അപ്പോൾ ഓരോ ദശകളിൽ കൂടിയാണ് നമ്മൾ ഓരോ ഫലങ്ങൾ നടക്കുന്ന കാലഘട്ടം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ രീതിയാണെങ്കിൽ ഞാനിപ്പോൾ നോക്കുന്നത് ജെയ്മിനി മഹർഷിയുടെ ജ്യോതിഷമാണ്. അതിനകത്ത് ഈ ദശകൾ കുറച്ച് വ്യത്യാസമുണ്ട്. ദശകൾ എന്ന് പറഞ്ഞാൽ മൊത്തം 54 ദശകൾ പരാശര മഹർഷി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് വിംശോത്തരി ദശ. നമ്മളിപ്പോൾ കൂടുതൽ കേരളത്തിലൊക്കെ നോക്കുന്ന വിംശോത്തരി ദശ, രാഹു വ്യാഴം പറയില്ല. അതുകൂടാതെ അഷ്ടോത്തരി ദശയുണ്ട്, നവാംശ ദശ, പല ഏകദേശം ഒരു 54 തരത്തിലുള്ള ദശകൾ അതിൽ പറയുന്നുണ്ട്. കാലചക്ര ദശ, പല ദശകളുണ്ട്. ഏത് ദശ എടുക്കാം, നമുക്ക് വിശ്വാസമുള്ള ഏത് ദശ എടുക്കാം. ഒന്നിൽ കൂടുതൽ ദശകൾ നോക്കിയാൽ എപ്പോഴും നല്ലതാണ്. പിന്നെ ജെയ്മിനി മഹർഷി ആണെങ്കിൽ അദ്ദേഹം 44 ദശയെ പറ്റി പറയുന്നുണ്ട്. അല്ലെങ്കിൽ 10-17 ദശകൾ ഇപ്പം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ദശകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രചാരമുള്ള ദശയാണ് ചരദശ, ജെയ്മിനി മഹർഷിയുടെ ചരദശ. അപ്പോൾ ഞാൻ കൂടുതൽ അതാണ് നോക്കാറ്. അപ്പോൾ ആ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ജനുവരി 19 മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ദശയുടെ ഒരു മാറ്റം നിൽക്കുന്നൊരു കർക്കിടക രാശി ദശ എന്ന് പറയുന്ന ഒരു ദശയുടെ മാറ്റത്തിലാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറഞ്ഞാൽ സാമ്പത്തിക രാജയോഗകാലം. ജനുവരി 19 ശേഷം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ 21 മെയ്ക്കുള്ളിൽ അദ്ദേഹം എടുക്കുന്ന സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റായിരിക്കും. പൈസ നന്നായിട്ട് വരാനുള്ള യോഗങ്ങളാണ്. പൈസയാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒരു കാര്യത്തിൽ ഞാൻ കടന്നിട്ടില്ല. സാമ്പത്തികമായിട്ട് വളരെയധികം ഗുണങ്ങളുള്ള ഒരു ദശ അപഹാരത. അത് കർക്കിടക രാശി ദശ, കർക്കിടക രാശി അപഹാരം തീരാൻ പോകുന്നു. ഇതിപ്പോൾ ഈ പിറന്നാളിനോട് കൂടി അദ്ദേഹത്തിൻ്റെ വലിയൊരു മാറ്റം അവിടെ മാറാം. അപ്പോൾ ഇത് പിറന്നാളിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ പരമാവധി ഗുണങ്ങൾ, സാമ്പത്തിക ഗുണങ്ങളുണ്ടാവും. അതായത് ഒരു പ്രത്യേക ഒരു രീതിയിലുള്ള ഒരു യോഗമാണ്. ഇതിൻ്റെ പേരാണ് മണിപ്രവാള രാജയോഗം എന്ന് പറയും. മണിപ്രവാള രാജയോഗം ഇത് വളരെ പ്രധാനപ്പെട്ട, ജെയ്മിനി ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് മണിപ്രവാള രാജയോഗം. ഇത് വന്നാൽ കൃത്യമായിട്ട് പൈസ വരാനുള്ള ആൾക്കാർക്ക് കിട്ടാനുള്ള യോഗം. നമ്മൾ സാധാരണ ആൾക്കാർ കാശ് കിട്ടാൻ വഴിയുണ്ടെന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം എവിടെയും കയറി വരുന്നുണ്ടെന്ന് നോക്കും. ദശയിലോ അല്ലെങ്കിൽ അപഹാരത്തിലോ മണിപ്രവാള രാജയോഗമുള്ള ഒരു സമയം വരുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ ലാലേട്ടന് ഇപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മണിപ്രവാള രാജയോഗ സമയമാണ്. അപ്പോൾ സമ്പത്ത് ഒരുപാട് വരും. അതിൻ്റെ ഫലമായിട്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റാവും. ആദ്യം 2-3 ദിവസമൊക്കെ ആൾക്കാർ പേടിച്ചു, മുമ്പോട്ട് പോകുമ്പോൾ താഴത്തേക്ക് പോകും. എനിക്കും എന്നെയും പലരും സിനിമാക്കാർ വിളിക്കുന്നതാണ്, പറഞ്ഞ് തെറ്റിപ്പോകുന്നു. ഞാൻ ധൈര്യമായിട്ടിരിക്കും, നോക്കാം എന്ന് പറഞ്ഞ് സംഗതി തിരിച്ച് കയറി. 5 ദിവസം കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തു. പടം 200 crore ക്ലബിലേക്ക് കടന്നു. മിനിഞ്ഞാന്ന് രാത്രിയിലത്തെ ഡാറ്റയാണത്. വീണ്ടും മുകളിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ടിരിക്കാൻ, കോസ്റ്റൊക്കെ റിക്കവർ ചെയ്ത് പടം വലിയൊരു ഹിറ്റിലേക്ക് പോകും, യാതൊരു സംശയവുമില്ല. സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് മണിപ്രവാള രാജയോഗ കാലമാണ്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. വളരെ നല്ല കാലം. അദ്ദേഹത്തിന് ഇനി ഇറങ്ങാനുള്ള സിനിമകൾ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പടം ഇനിയും വരാൻ കിടപ്പുണ്ട്. ഇതൊക്കെ മെയ്ക്ക് മുമ്പ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കർക്കിടക ദശയിൽ കർക്കിടക രാശി ദശയിൽ കർക്കിടക രാശി അപഹാരം ഇത് അദ്ദേഹത്തിന് പിറന്നാൾ വരെ കൃത്യമായിട്ട് ജാതകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവാൻ സാധിക്കും. വിചാരിക്കുന്നതിനൊക്കെ കൂടുതൽ പൈസ പല വഴിക്ക് വരും, അതാണ് കാണുന്നത്. ഇതല്ലാതെ വേറെ ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇദ്ദേഹത്തിന് പൈസ വരാനുള്ള യോഗങ്ങളുണ്ട്. ഈ മണിപ്രവാള രാശി ഈ രാജയോഗം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന മണിപ്രവാള രാജയോഗ ദശയുടെ ആക്ടിവേഷൻ ടൈമാണ്. ഓക്കെ, ഓരോന്നും ദശ എന്ന് പറയുന്ന സമയത്ത് ഓരോന്ന് കയറി വരാനാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയമാണ്. ഈ ദശ കഴിയാൻ പോകുന്നു, അവസാനമാണ് ഇതിൻ്റെ അപഹാരം തന്നെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നന്നായിട്ട് സാമ്പത്തിക ഗുണങ്ങളുണ്ടാകും. അപ്പോൾ ഈ പടം ഉറപ്പായിട്ടും സൂപ്പർ ഹിറ്റാവും നമുക്ക് ഉറപ്പിച്ച് പറയാം. സന്തോഷം. ഈ പറയുന്ന പലരും കാഷ്വലി പറയുന്ന സംഭവമാണ് ലാലേട്ടൻ്റെ ഈ ഒരു ജാതകം പലർക്കും കിട്ടിയിരുന്നെങ്കിലെന്ന് പലരും ആഗ്രഹിക്കുന്നതാണ്. സോ അപ്പോൾ ഇതുപോലത്തെ ഒരു രാജയോഗം പലർക്കും വരട്ടെ. സന്തോഷം, നന്ദി, നമസ്കാരം.